അല്ലാഹു തആല നമ്മുടെ നിസ്കാരം നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. മോമിനീങ്ങളെ, നമ്മളിന്ന് 5ാമത്തെ തറാവി നിസ്കരിച്ചു അല്ലേ? റമദാൻ ഇങ്ങനെ അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. റമദാനിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടുന്ന, സ്വർഗം ലഭിക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹു തആല നമുക്ക് കുറെ നിഅമത്തുകൾ തന്നിട്ടുണ്ട്. ആരാധനാപരമായി കുറെ നിഅമത്തുകൾ തന്നിട്ടുണ്ട്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിഅമത്താണ് എന്തെന്ന് നിങ്ങൾ, ചെറിയ ചെറിയ അധ്വാനമില്ലാത്ത പണി കുറെ പ്രതിഫലം കിട്ടുക എന്നുള്ളത്. അങ്ങനത്തത് തന്നെ കുറെ ഇബാദത്തുകളുണ്ട്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് എന്തെന്ന് നിങ്ങൾ, ഇഅ്തികാഫിരിക്കുക എന്നുള്ള കാര്യം. അത് ഇഅ്തികാഫിരിക്കുക എന്നുള്ളത് വളരെ ഗൗരവത്തോടെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് പള്ളിയുടെ ഉള്ളിലേക്ക് ഒരാൾ കയറിയാൽ മനസ്സുകൊണ്ട് എന്ത് നിയ്യത്ത് ചെയ്യാം? ഈ പള്ളിയിൽ അല്ലാഹു തആലക്ക് വേണ്ടി ഇഅ്തികാഫിരിക്കാൻ ഞാൻ കരുതിയെന്ന് മനസ്സിൽ കരുതിയാണ് ഈ ഇഅ്തികാഫ് എന്ന് പറയാം. ഈ ഇബാദത്തിന്റെ പ്രത്യേകം കാര്യങ്ങള്, ഒരാൾ പള്ളിയിൽ കയറി മനസ്സുകൊണ്ട് ഇഅ്തികാഫിന് നിയ്യത്ത് വെച്ചു. ഇനി അയാൾ പള്ളിയിൽ നിന്നാലും നടന്നാലും ഇരുന്നാലും കിടന്നാലും ഉറങ്ങിയാലും ഒക്കെ അയാൾക്ക് കൂലിയാണ്. ഇഅ്തികാഫ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാര്യം അയാൾ അഡീഷണൽ ആയിട്ട് ഏറെ ചെയ്യേണ്ടതുണ്ടോ? ഒന്നും ചെയ്യണ്ട, ആ നിയ്യത്ത് മാത്രം ഉണ്ടായാൽ മതി. ഇപ്പൊ നമ്മളിപ്പോ 1-2 മണിക്കൂറായി ഇപ്പൊ പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ട് ഇഅ്തികാഫിന്റെ നിയ്യത്ത് മറന്നോലുണ്ടെങ്കിൽ അത് വലിയൊരു നഷ്ടം തന്നെയാണ്. ആരെങ്കിലും മറന്നോലുണ്ടെങ്കിൽ ഇപ്പൊ മനസ്സിൽ കരുതിക്കളി, ഈ പള്ളിയിൽ അല്ലാഹു തആലക്ക് വേണ്ടി ഇഅ്തികാഫിരിക്കാൻ കരുതിയാൽ മതി. ഈ സമയം മുതലുള്ള ഇഅ്തികാഫിന്റെ കൂലി കിട്ടും. അപ്പൊ അത് ഏത് സമയത്ത് പള്ളിയുടെ ഉള്ളിലേക്ക് കയറിയാലും ഈ നിയ്യത്ത് വെക്കണം. പള്ളിക്കത് പുറത്തിറങ്ങി മൂത്രമൊഴിക്കാൻ പോയി, അത് കഴിഞ്ഞ് തിരിച്ചുള്ളിൽ കയറിയാൽ പിന്നെയും നിയ്യത്ത് വെക്കണം. പള്ളിയുടെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയ അത് കഴിഞ്ഞു, ഉള്ളിക്ക് തിരിച്ചു വന്നോ പിന്നെയും മനസ്സിൽ കരുതണം, ഞാൻ അല്ലാഹു തആലക്ക് വേണ്ടി ഇഅ്തികാഫിരിക്കാൻ കരുതി. പിന്നെ ഇഅ്തികാഫ് എന്നുള്ളത് ഇസ്ലാമിലെ വലിയൊരു ഇബാദത്താണ്. അതുകൊണ്ട് മുൻഗാമികളായ ആളുകളൊക്കെ എന്താ പറയുക, ഇഅ്തികാഫിരിക്കാൻ വേണ്ടി മാത്രം പള്ളിയിൽ വന്നു തീർക്കും. അങ്ങനെ സ്വഭാവം ഉണ്ട്. ഇഅ്തികാഫിരിക്കാൻ വേണ്ടി നേർച്ചയാക്കും. ഇപ്പോ ഒരു ദിവസം ഇഅ്തികാഫിരിക്കാൻ നേർച്ചയാക്കുക, എന്നിട്ട് ആ നേർച്ച വീട്ടാൻ വേണ്ടി ഒരു ദിവസം പള്ളിയിലേക്ക് വന്നിരിക്കുക. അല്ലെങ്കിൽ 4 മണിക്കൂർ ഒരാൾക്ക് എന്തോ ഒരു ആവശ്യം ഉണ്ടായി, അപ്പോൾ നമ്മളൊക്കെ പല കാര്യങ്ങളും നേർച്ചാക്കല്ലോ, അതുപോലെ ഒരാൾ നേർച്ചാക്കിയത് അവന്റെ ആവശ്യം വിടാൻ വേണ്ടി 2 മണിക്കൂർ പള്ളിയിൽ ഇഅ്തികാഫിരിക്കാൻ നേർച്ചാക്കി. എന്നിട്ടോ 2 മണിക്കൂർ വന്നിട്ട് പള്ളിക്ക് ഇഅ്തികാഫിരിക്കാൻ നേർച്ച വീട്ടാൻ വേണ്ടി കണ്ട് ഇങ്ങനൊക്കെ ചെയ്യലുണ്ട്. ഇഅ്തികാഫ് എന്ന് പറയണത് എന്താ? ഇഅ്തികാഫിന്റെ പ്രതിഫലം എന്ന് പറയുന്നത്, അത് കിട്ടാൻ ഒരു കാര്യവും നമ്മൾ ചെയ്യണ്ടേ. എപ്പോ പള്ളിന്റെ ഉള്ളിൽ കയറിയാലും ഞാൻ ഈ പള്ളിയിൽ അല്ലാഹു തആലക്ക് വേണ്ടി ഇഅ്തികാഫിരിക്കുകയാണെന്ന് മനസ്സിലൊന്ന് കരുതിയാൽ മതി, അതിന് ഓർമ്മ ഉണ്ടായാൽ മതി. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഇഅ്തഖഫ യൗമൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹ്, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ഒരു ദിവസം പൂർണ്ണമായി അള്ളാഹുവിന്റെ ഭവനമായ പള്ളിയിൽ ഇഅ്തികാഫിരുന്നാൽ ജഅലല്ലാഹു ബൈനഹു വബൈനൻ നാരി 3 ഖനാദിഖ്, അല്ലാഹു തആല ഈ മനുഷ്യന്റെയും നരകത്തിന്റെയും ഇടയിൽ 3 വലിയ കടങ്ങുകളെ സൃഷ്ടിക്കുകയാണ്. എത്ര വിശാലമായ കടങ്ങാണെന്നോ, അബ്അദ മിമ്മാ ബൈനൽ ഖാഫിഖൈൻ, ആകാശഭൂമികൾക്കിടയിൽ എത്ര വ്യത്യാസമുണ്ടോ അത്രയും വൈദൂരമുള്ള 3 കടങ്ങുകൾ ഈ മനുഷ്യന്റെയും നരകത്തിന്റെയും ഇടയിൽ അല്ലാഹു സംവിധാനിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതിനെന്താകണം? ഒരു ദിവസം ഫുള്ളായിട്ട് പള്ളിക്ക് വന്ന് ഇഅ്തികാഫിരിക്കണം. നിർബന്ധിത ആവശ്യങ്ങൾ, ഭക്ഷണം കഴിക്കാം, മലമൂത്ര വിസർജനം ചെയ്യുക, എത്ര ആവശ്യത്തിന് മാത്രം പുറത്തിറങ്ങും, അത് കഴിഞ്ഞാൽ പിന്നെയും പള്ളിക്ക് പുറത്തിറങ്ങും. അങ്ങനെയൊക്കെ ശീലമുണ്ട്. പഴയ കാലത്ത് അതൊക്കെ ഉണ്ട്, ഇപ്പൊ ഒക്കെ നമ്മൾ മറന്നുപോയതാണ്. മാത്രല്ല, ഒരാളെ ഇഅ്തികാഫിരുന്നാൽ അല്ലാഹുവിലുള്ള ശരിയായ വിശ്വാസത്തോടെയും ഇഅ്തികാഫിരിക്കുന്നവർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം എനിക്കും കിട്ടണമെന്ന ബോധ്യത്തോടെയും ഒരാൾ പള്ളിയിലിരിക്കുമ്പോ ഓരോ സെക്കൻഡിലും ആ മനുഷ്യന്റെ ഓരോ ദോഷങ്ങൾ ഇങ്ങനെ പൊറുക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ.
ഇപ്പൊ നിങ്ങൾ എഴുത്തിക്കാഫിന്റെ നീയത്തോടെ ആരൊക്കെ ഇരിക്കുന്നുണ്ടോ, ഓരോ സെക്കൻഡിനും ഓരോ ദോഷങ്ങൾ ഇങ്ങനെ നമ്മളെ കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തെങ്കിലും ചെയ്തിട്ടാണോ? അല്ല, എഴുത്തിക്കാഫോടെ പള്ളിയിരുന്നതാണ്. മറ്റൊരു ഹദീസ് നോക്കൂ നിങ്ങൾ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമൻ ഇഅ്തഖഫ 10 മിൻ റമളാൻ, പരിശുദ്ധ റമളാനിൽ നിന്ന് 10 ദിവസം ആരെങ്കിലും പള്ളിയിൽ ഇഅ്തികാഫിരുന്നാൽ കാന കഹജ്ജതൈനി വ ഉംറതൈൻ, 2 ഹജ്ജും 2 ഉംറയും ചെയ്ത പ്രതിഫലം ആ ഇഅ്തികാഫ് കൊണ്ട് നൽകപ്പെടുമെന്ന് ത്വാഹ റസൂലുള്ളാഹി. നോക്കൂ നിങ്ങൾ, അതുകൊണ്ടൊക്കെ മുൻഗാമികളായ ആളുകൾ ഇഅ്തികാഫിന്റെ കാര്യം എത്ര കണിശമായി ശ്രദ്ധിച്ചവരാണ്. മുത്തഫഖുൻ അലൈഹിയായ ഇമാം ബുഖാരിയും മുസ്ലിമും റഹിമഹുമുല്ലാഹ് രണ്ടുപേരും റിവായത്ത് ചെയ്യുന്ന ഹദീസ് കാണൂ. മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇന്നൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഅ്തഖിഫു ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമളാൻ, പരിശുദ്ധ റമളാനിലെ അവസാന 10 വന്നാൽ ആ 10 ദിവസം മുഴുവൻ ായും പള്ളിയിൽ ഇഅ്തികാഫിരിക്കലാണ്. തന്റെ നിർബന്ധിത ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ മറ്റൊരു കാര്യത്തിനും പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുകയില്ല. മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. മുത്തഫഖുൻ അലൈഹി മറ്റൊരു ഹദീസ് ഉണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാനായ അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ റമളാനിലെ അവസാന 10 പൂർണ്ണമായും പള്ളിയിൽ ഇഅ്തികാഫിരിക്കുകയാണ്. പക്ഷേ അവിടുന്ന് വഫാത്തോടടുത്ത അവസാനത്തെ വർഷമുണ്ടല്ലോ, അവസാന വർഷത്തെ റമളാനിൽ 20 ദിവസം മദീന പള്ളിയിൽ ഇഅ്തികാഫിരിക്കുകയാണ്. ഏത് പള്ളിയിൽ ഇഅ്തികാഫ്, നിസ്കാര പള്ളിക്കാരെ ഇഅ്തികാഫ് എന്നാണ് പോലിട്ടു. പക്ഷെ ജുമാഅത്ത് പള്ളിയിലെയും നിസ്കാര പള്ളിയിലെയും ഇഅ്തികാഫിന്റെ പ്രതിഫലത്തിൽ മാറ്റേണ്ടത് മുത്തുൽമീൻ പറഞ്ഞിട്ടുണ്ട്. ജുമാഅത്ത് പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നാൽ ഒന്നുകൂടി കൂലി അധികം കിട്ടുന്ന. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പോൾ പിന്നെ മക്കത്തെ പള്ളിയിൽ ഒരാൾ ഇഅ്തികാഫ് ഇരുന്നാൽ, മദീനത്തെ പള്ളിയിൽ ഒരാൾ ഇഅ്തികാഫിരുന്നാൽ, ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിൽ ഒരാൾ ഇഅ്തികാഫിരുന്നാൽ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അവർക്ക് നൽകപ്പെടുന്ന പ്രതിഫലം എത്രയാണ്. മക്കത്തെ പള്ളിയുടെ പ്രത്യേകം നമുക്കറിയില്ലേ. മക്കത്തെ പള്ളിയിൽ നിന്ന് 1 റക്അത്ത് നിസ്കരിച്ചാൽ ആ മനുഷ്യന് മിനിമം നൽകപ്പെടുന്ന പ്രതിഫലം എന്നുള്ളത് മറ്റുള്ള പള്ളികളെക്കാൾ 1 ലക്ഷം നിസ്കരിച്ച പ്രതിഫലത്തിനേക്കാൾ കൂടുതലാണ്. ചുരുങ്ങിയത് 1 ലക്ഷം നിസ്കരിച്ച കൂലിട്ടും 1 റക്അത്ത് മക്ക നിസ്കരിച്ച എന്താ ഭാഗ്യം. റമദാനൊക്കെ നിങ്ങൾ മക്കി മദീനൊക്കെ കണ്ടങ്ങള്, പള്ളിയും ഹറമൊക്കെ നിറഞ്ഞ റോഡും വഴികളും മൊത്തം ആളുകളാണ്. എത്ര പോയ മനുഷ്യന്മാർക്ക് കിട്ടുന്ന തൗഫീഖ് നിറയുകൾ. മക്കത്തെ പള്ളിയിൽ 1 റക്അത്ത് നിസ്കരിച്ചാൽ മറ്റുള്ള പള്ളികളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ 1 ലക്ഷം ഇരട്ടി പ്രതിഫലം സ്റ്റാർട്ടിങ് നൽകപ്പെടും. മദീനത്തെ പള്ളിയിലായാലോ 1000 റക്അത്തിന്റെ മഹത്വം നൽകപ്പെടുകയാണ്. ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിൽ നിസ്കരിച്ചാൽ മറ്റുള്ള പള്ളികളെക്കാൾ 500 റക്അത്തിന്റെ പ്രതിഫലം നൽകപ്പെടുകയാണ്. മക്കയിൽ നിസ്കരിച്ചവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, മദീനയിൽ നിസ്കരിച്ചവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിൽ നിസ്കരിച്ചവരുണ്ടാകാൻ സാധ്യത കുറവാണ്. ആരെങ്കിലും ഉണ്ടോ ഫലസ്തീനിൽ പോയോല്? ഇല്ല. ഞാൻ എല്ലാ കൊല്ലം പറയുന്നുണ്ട് പൈസ ഉള്ളവര് പോകണം. ഒരാൾ പോകാൻ ഒരുങ്ങിനു, ആ സമയത്ത് അവിടുത്തെ യുദ്ധം പ്രശ്നം വന്നിട്ട് അത് ക്യാൻസലായി. അള്ളാഹു അദ്ദേഹത്തിന് അവിടെ എത്തിച്ചു കൊടുക്കട്ടെ. നമ്മളെല്ലാരും അള്ളാഹുത്തല അങ്ങോട്ട് എത്തിച്ചേരട്ടെ. അത് വലിയ ഭാഗ്യമില്ലേ അത്. എന്നാൽ ഇന്ന് പരിശുദ്ധ റമളാനിലെ 5ാമത്തെ തറാവീഹ് നമ്മൾ നിസ്കരിച്ചില്ലേ? ഇന്നത്തെ തറാവീഹുകാർക്ക് നൽകപ്പെടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഒരാള് മക്കത്തെ മസ്ജിദുൽ ഹറാമിലും മദീനത്തെ മസ്ജിദുൻ നബവിയിലും ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലും ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ ഈ 3 പള്ളികളിലും വെച്ച് നിസ്കരിച്ചാൽ ആ മനുഷ്യന് നൽകപ്പെടുന്ന പ്രതിഫലം എന്താണോ അതേ പ്രതിഫലം ഇന്നത്തെ തറാവീഹുകാർക്ക് നൽകപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്കൊക്കെ ആ പ്രതിഫലം തരട്ടെ. നമ്മളെ നിസ്കാരം അല്ലാഹു അതിനൊരു കാരണമാക്കി തരട്ടെ. ഒരു ദിക്റിൽ ഒരൊറ്റ മസാല ഉണ്ട്. ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. 5 കൊയങ്ങി എല്ലാരും.
കുറെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ചെതറി സാരി കുതിർക്കാനൊക്കെ തുടങ്ങിയിരിക്കണ്. കുഴങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ലല്ലേ? ഇനി 25 നിസ്കരിച്ചാണ്ട് മനുഷ്യന്മാരെ 25 നിസ്കരിച്ചിട്ട് കൊയങ്ങാണെങ്കിലാ ഏകദേശം കൊയങ്ങാനായിക്കുന്നത്. ഇപ്പൊ 5 ആയിട്ടുള്ളൂ. നമ്മളെ 6ൽ 1 ഭാഗം നിസ്കരിച്ചിട്ടുള്ളൂ. ഇനി 25 നിസ്കരിച്ചതാണ്ട് ഇപ്പൊ കൊയങ്ങേണ്ട നേരല്ല, ഉസാറ് കൂടേണ്ട നേരാണ്. പിന്നെ ചൂടാണ്. അതൊക്കെ പിന്നെന്താ, നിങ്ങള് അള്ളാഹ്ക്കും വേണ്ടി കണ്ടല്ലേ ചൂട് സഹിച്ച് നിസ്കരിച്ച്. എന്താണെങ്കിലും AC ഉള്ള പള്ളിക്ക് നിസ്കരിച്ചിട്ട് കൂലി ഉണ്ടാവും. എന്താ വെച്ചാൽ നല്ല നീയത്തുണ്ടായാൽ മതി. കാരണം അങ്ങനെയാണല്ലോ, നമ്മളെ ഇടങ്ങേറിനനുസരിച്ച് നമുക്ക് കൂലി കിട്ടും. അള്ളാഹു നമുക്ക് നല്ലോണം കൂലി തരട്ടെ. അള്ളാഹു ധാരാളം പ്രതിഫലം തന്നു ഓന്റെ റഹ്മത്ത് കൊണ്ട് നമ്മളെ സന്തോഷിപ്പിക്കട്ടെ. എങ്ങാനും ക്ഷണിക്കാനൊന്നും ആയിട്ടില്ല. ചെറിയ മസാല നോമ്പുമായി ബന്ധപ്പെട്ടേ നമ്മളെ ബന്ധത്തിൽ നിന്ന് ഒരാൾ മരിച്ചു. അയാൾക്ക് കുറച്ച് നോമ്പ് ഖളാ ഉള്ളതുണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരാൾക്ക് റമദാനിൽ എന്തോ ഒരു പ്രയാസം ഉണ്ടായി, ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർ നോൽമ്പൊന്നും നോൽക്കണ്ട കാരണം നോമ്പ് നോൽക്കാൻ പറ്റില്ല. അയാൾ റമദാനിൽ നോമ്പൊന്നും നോറ്റിട്ടില്ല. പിന്നെ റമദാൻ കഴിഞ്ഞ് ആ നോമ്പൊന്നും ഖളാ വീട്ടിയിട്ടില്ല. അതിന്റെ അടക്കം അയാൾ മരിച്ചു. അപ്പൊ മിനിമം ഒരു റമദാനിലെ 30 നോമ്പുണ്ട്. ചിലപ്പോൾ അതുപോലെ 1, 2, 3 റമദാനിലൊക്കെ നോമ്പുകൾ അയാൾക്ക് ഖളാ വീട്ടാനുള്ളതുണ്ടാവും. അയാൾ ഖളാ വീട്ടിയിട്ടില്ല. അങ്ങനെ ആയാൽ ആ മരിച്ച മയ്യത്തിന്റെ പകരം അയാളുടെ കുടുംബങ്ങൾക്ക് അയാൾക്കുള്ള നോമ്പ് ഖളാ വീട്ടി തീർക്കാൻ പറ്റുന്ന. നോമ്പിനും ഹജ്ജിനും അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട്. ഒരാളെ സാമ്പത്തിക ശേഷിയുള്ള ആളാണ്, അയാൾ മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായും അയാളെ സ്വത്തിൽ നിന്ന് അയാൾക്ക് ഹജ്ജിനുള്ള മുതൽ മാറ്റി വെക്കണം. എന്നിട്ടേ ബാക്കിയുള്ളത് അനന്തരാവകാശികൾക്ക് വിഹിതിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അയാളുടെ പേരിൽ ആരെങ്കിലും ഒരാൾ ആ കാശെടുത്ത് പോയി ഹജ്ജ് ചെയ്യണം. അങ്ങനെ അയാളുടെ പേരിൽ മറ്റൊരാൾ ഹജ്ജ് ചെയ്താലും അയാൾ ആ ബാധ്യത വീടുന്ന. അതേപോലെ തന്നെയാണ് നോമ്പ്. ഒരാൾക്ക് നോമ്പ് ഖളാ ഉണ്ട്, അത് വീട്ടാതെ ഒരാൾ മരണപ്പെട്ടാൽ മറ്റുള്ള കുടുംബങ്ങൾക്ക്, അയാളുടെ ബന്ധപ്പെട്ട ആളുകൾക്ക്, അടുത്ത ബന്ധുക്കൾക്ക് അയാളുടെ പേരിലുള്ള നോമ്പുകൾ ഖളാ വീട്ടി തീർക്കാൻ പറ്റുന്ന. ഇപ്പൊ ഒരാൾക്ക് 1 മാസത്തെ നോമ്പ് ഖളാ ഉണ്ട്. പെരക്കാരൊക്കെ പാടെ കൂടി, കുടുംബങ്ങളും ബന്ധങ്ങളൊക്കെ കൂടിയപ്പോ ഒരു 10-25 ആൾക്കാരുണ്ടായിരുന്നു. ഓലെല്ലാരും പാടെ കൂടിക്കാണ്ട് ഒറ്റ ദിവസം നോറ്റിട്ട് ഇപ്പൊ 30 ആള് കുടുംബത്തിൽ നിന്നാണ് കൂടിയിട്ട് ഒറ്റ ദിവസം 30 ആളാണ് നോമ്പ് നോറ്റാൽ ആ ഒറ്റ ദിവസത്തെ നോമ്പുകൊണ്ട് തന്നെ, ആ 30 ആളുകളുടെ നോമ്പുകൊണ്ട് തന്നെ ഇയാളൊരു മാസത്തെ നോമ്പോട് കൂടുന്ന. നോമ്പിന് അങ്ങനെ പ്രത്യേകത ഉണ്ട്. ഇതിലൊന്നും പെടാത്ത കാര്യമാണ് നിസ്കാരം എന്ന് പറയുന്നത്. അതാർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല. അതൊരു മനുഷ്യരെ നഷ്ടപ്പെട്ടിക്കണമെങ്കിൽ ആരെന്നെ വീട്ടിൽ തീർക്കണം? അയാൾ എന്നെ മരിച്ചിന് മുമ്പ് വീട്ടിൽ തീർക്കണം. അവിടെ കുടുംബങ്ങൾക്കോ നാട്ടുകാർക്കോ ബന്ധുക്കാർക്കോ ആർക്കും ഒരിടപെടലും ഇയാളെ നിസ്കാരം പരിഹരിക്കാനില്ല. അതുകൊണ്ട് നിസ്കാരത്തെ വളരെ ഗൗരവമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നോമ്പ് സാധിക്കുന്ന ആളുകളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ, ചെറിയ ചെറിയ പ്രയാസങ്ങളുടെ പേരിലൊന്നും ആരും ഫർളായ നോമ്പൊന്നും ഒഴിവാക്കരുത്. ഒക്കെ നല്ലോണം ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നാളെ നമ്മളെ സ്ത്രീകളെ പഠന ക്ലാസ് ഉണ്ട് 10 മണിക്ക്. എല്ലാവരും വീടുകളിൽ പോയിട്ട് ആ വിവരം പറയണം. സഹോദരിമാരോടൊക്കെ പങ്കെടുക്കാൻ പറയണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. റഹ്മാനായ അല്ലാഹ്, ഞങ്ങളുടെ ഈ നിസ്കാരം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് അർഹമായ പ്രതിഫലം തരണേ അല്ലാഹ്. ഇന്നത്തെ തറാവീഹുകാർക്ക് മക്കത്തും മദീനത്തും മസ്ജിദുൽ അഖ്സയിലും ഒക്കെ നിസ്കരിച്ച പ്രതിഫലം നൽകപ്പെടുമല്ലോ. മരിക്കുന്നതിന്റെ മുമ്പ് പലതവണ മക്കയിലും മദീനയിലും മസ്ജിദുൽ അഖ്സയിലും എത്താൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. ഈ നിസ്കാരത്തിന്റെ ബറക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകന് ജോലി ശരിപ്പെടാതെ വലിയ വിഷമം പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, ഈ നിസ്കാരത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നല്ല റാഹത്തുള്ള ജോലി നൽകണേ അല്ലാഹ്. നല്ല സന്തോഷമുള്ള ജോലി നൽകണേ അല്ലാഹ്. ചെറുകോട് ഭാഗത്തുള്ള ഹാരിസ് ബാബ് എന്നൊരു സഹോദരൻ തന്റെ ഉമ്മാക്കും ഭാര്യക്കും വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, ഒരുപാട് ആളുകൾ ഈ മജ്ലിസിൽ വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. കാനഡയിൽ നിന്നൊരു സഹോദരൻ വിളിച്ച് മരിച്ച ഉപ്പാക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഭക്ഷണം തന്ന വീട്ടുകാർ അവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, ഞങ്ങൾ മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങളുടെയും ഖബറിടം സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ അമലുകളുടെ സവാബ് അവർക്ക് സമ്മാനിക്കണേ അല്ലാഹ്.
ഈ പള്ളിയുടെ പരിസരങ്ങൾ മറവിട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങളുടെ ഖബറിടം സ്വർഗമാക്കണേ അല്ലാ. പരിശുദ്ധ റമദാനിലെ ആദ്യത്തെ 10 5 ദിവസങ്ങൾ 5 രാത്രികൾ കഴിഞ്ഞു റബ്ബേ. നേരെ പകുതി തീർന്നിരിക്കുകയാണ്. ഈ 10 ദിവസത്തിൽ നിന്റെ റഹ്മത്ത് കിട്ടുന്നവരെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ റഹ്മത്തുകളും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ. ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. സാമ്പത്തിക പ്രയാസങ്ങൾ തീർക്കണേ അല്ലാ. നിന്റെ സ്വർഗം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.